Hi all. In this video we are going to learn methodology of teaching the subject MCQs ആണ്. നമ്മൾ റിവിഷൻ നടക്കുകയാണ്. ഒരു പാർട്ട് 1, 2 and 3 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷും വരുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇത് പാർട്ട് എയിൽ മോഡ്യൂൾ 3 ആണ്. Which of the following best describes action research in education? Action research, very important topic. ആക്ഷൻ റിസർച്ച് എന്താണ്? കേർഡ് 11 ആണ് കൊണ്ടുവന്നത്. ഒരു ക്ലാസ് റൂമിൽ എന്തെങ്കിലും ഒരു സ്റ്റഡീസിൽ ഡിഫിക്കൽറ്റി വരുന്നുണ്ടെങ്കിൽ അതിനൊരു ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ എടുക്കുക, അതാണ് ആക്ഷൻ റിസർച്ച്. ഓക്കെ, വാട്ട്സ് ആൻസർ ഹിയർ? സിസ്റ്റമാറ്റിക് ആൻഡ് റിഫ്ലക്റ്റീവ് ഇൻക്വയറി ടു ഇംപ്രൂവ് ക്ലാസ് റൂം പ്രാക്ടീസ്. എയിം ഓഫ് ദിസ് ആക്ഷൻ റിസർച്ച് ഈസ് ആൻ ഇമ്മീഡിയറ്റ് ആപ്ലിക്കേഷൻ ടു സോൾവ് ആൻ ഇമ്മീഡിയറ്റ് പ്രോബ്ലം. ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക ഒരു പ്രോബ്ലത്തിന്. What's the first step involved in action research? എന്താണ് ആക്ഷൻ റിസർച്ചിലെ ഫസ്റ്റ് സ്റ്റെപ്പ്? ഐഡൻറ്റിഫൈയിങ് ആൻഡ് ഡിഫൈനിങ് എ സ്പെസിഫിക് പ്രോബ്ലം ഓർ ക്വസ്റ്റ്യൻ ടു ഇൻവെസ്റ്റിഗേറ്റ്. ഓക്കെ, വാട്ട്സ് ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെപ്സ് ഇൻ ദ ആക്ഷൻ റിസർച്ച്? ഇതാണ് ആക്ഷൻ റിസർച്ചിൻ്റെ കറക്റ്റ് സ്റ്റെപ്സ്. ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ C. C is the answer. That is identifying problem, defining the problem, analyzing cause of the problem, formulating action hypothesis, developing a design for testing action hypothesis, findings and conclusion. Okay, these are the steps in action research. Okay. Next question. A person who can speak many languages is called a polyglot. The term language acquisition device is associated with LAD. LAD is associated with Noam Chomsky. Noam Chomsky proposed that LAD an innate mechanism or set of linguistic principles that all humans possesses for language learning. നമ്മുടെ ലാംഗ്വേജ് ലേണിങ്ങിന് എല്ലാ ഹ്യൂമൻസിനും ഉള്ളതാണ് LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മെയിൻ പർപ്പസ് ഓഫ് ആൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഈസ്, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ചെയ്യാറുള്ളതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. എന്താണത്? അസസ് നോളജ് ആൻഡ് സ്കിൽസ് അക്വയർഡ് ഇൻ എ സബ്ജക്റ്റ്. Achievement tests measure what students have learned in relation to specific learning objectives or standard. A diagnosis test is primarily designed to, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യാറല്ലേ. എന്താണ് ഡയഗ്നോസിസ് ടെസ്റ്റ്? ഐഡൻറ്റിഫൈ സ്പെസിഫിക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഓർ ഏരിയാസ് നീഡിങ് ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, ഏതൊക്കെ ഏരിയയിലാണ് പ്രോബ്ലം? ഡയഗ്നോസിസ് ടെസ്റ്റ് ഹെൽപ്പ് ഫൈൻഡ് കോസസ് ഓഫ് ലേണിംഗ് പ്രോബ്ലംസ് ആൻഡ് ഗൈഡ് റെമഡിയൽ ടീച്ചിങ് കൊടുക്കും ഡയഗ്നോസിസ് ടെസ്റ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസിന്. ഓക്കെ, വാട്ട്സ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഇൻ എഡ്യൂക്കേഷൻ? ഫോർമേറ്റീവ് ഇവാലുവേഷന് സമ്മേറ്റീവ് ഇവാലുവേഷനൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ്റെ എന്താണ്? Primary purpose of formative evaluation in education is to provide ongoing feedback to improve teaching and learning. നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ നടത്തുന്നത്. ഓക്കെ, അന്നേരം അറിയാം എന്താണ് ടീച്ചിങ്ങിലും അല്ലെങ്കിൽ ലേണിങ്ങിൽ എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. സമ്മേറ്റീവ് ഇവാലുവേഷൻ ടിപ്പിക്കലി കണ്ടക്റ്റഡ് when is summative evaluation typically conducted? സമ്മേറ്റീവ് ഇവാലുവേഷൻ നമ്മളെപ്പോഴും ഒരു പോർഷൻ തീർത്തിട്ടാണ് നടത്താറല്ലേ. അറ്റ് ദ എൻഡ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷണൽ പീരീഡ് ടു ജഡ്ജ് ഓവറാൾ പെർഫോമൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് പിയർ ഇവാലുവേഷൻ? നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ പിയർ ഇവാലുവേഷനും ഉണ്ട്. എന്താണ് പിയർ ഇവാലുവേഷൻ? സ്റ്റുഡൻസ് അസസിങ് ഈച്ച് അതേഴ്സ് വർക്ക് യൂസിങ് എഗ്രീഡ് ക്രൈറ്റീരിയ. കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് വെച്ച് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ നടത്തുന്ന ഇവാലുവേഷനാണ് പിയർ ഇവാലുവേഷൻ. എ റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ ഈസ് someone who
regularly examines their own teaching practices to improve them. Reflective practitioners critically think about their action and experience to continuously improve their professional skills and teaching effectiveness. നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുക, നമ്മുടെ തന്നെ വർക്കിനെയോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ പിയേഴ്സിൻ്റെ വർക്കിനെയോ റിഫ്ലക്റ്റ് ചെയ്ത് പഠിക്കുന്നതാണ് റിഫ്ലക്റ്റീവ് പ്രാക്ടീഷണർ. ആൻഡ് അനക്ഡോട്ടഡ് റെക്കോർഡ് റെഫേഴ്സ് ടു, അനക്ഡോട്ടഡ് റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡൊക്കെ ഉണ്ടല്ലേ. അനക്ഡോട്ടഡ് റെക്കോർഡ് എന്താണ്? എ ടീച്ചേഴ്സ് ഒബ്ജക്റ്റീവ് നോട്ട് ഓൺ സിഗ്നിഫിക്കൻറ്റ് ഒബ്സർവ്ഡ് സ്റ്റുഡൻറ്റ് എപ്പിസോഡ്. Anecdotal record are brief descriptive account of specific incidents or behavior observed in students. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വർക്ക് ആകാം. എക്സാമ്പിൾ ഇസ് ദെയർ. എ ടീച്ചർ മൈറ്റ് റെക്കോർഡ് ദാറ്റ് എ സ്റ്റുഡൻറ്റ് ഹെൽപ്ഡ് അനദർ സ്റ്റുഡൻറ്റ്. ഒരു മറ്റൊരു സ്റ്റുഡൻറ്റിനെ ഹെൽപ്പ് ചെയ്ത കാര്യം എഴുതി വെക്കുന്നു. അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് റെക്കോർഡിൻ്റെ അതിൻ്റെ നല്ല വർക്കാണെങ്കിൽ അത് എഴുതുന്നു. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും അവിടെ മാർക്ക് ചെയ്യുന്നത്. അനക്ഡോട്ടൽ റെക്കോർഡ്. ക്യുമുലേറ്റീവ് റെക്കോർഡ് ഓഫ് എ സ്റ്റുഡൻറ്റ് ഇൻക്ലൂഡ്സ് permanent, up-to-date information about students' academic and personal development. ക്യുമുലേറ്റീവ് റെക്കോർഡിൽ ഇതെല്ലാം ഉൾപ്പെടുത്തും. ഹെൽത്ത് കാണും, അക്കാഡമിക് പ്രോഗ്രസ്, അല്ലെങ്കിൽ ഒരു റിലവൻ്റ് ഇൻഫർമേഷൻ, ഒരു ലോങ് ടേം ഓവർവ്യൂ ഓഫ് എ സ്റ്റുഡൻ്റ് ആയിരിക്കും ക്യുമുലേറ്റീവ് റെക്കോർഡ്. അനക്ഡോട്ടൽ റെക്കോർഡ് ഒരു സ്പെസിഫിക് ആയിരിക്കും. ഓക്കെ. എ ചെക്ക് ലിസ്റ്റ് ഇൻ എഡ്യൂക്കേഷണൽ അസസ്മെൻറ്റ് ഈസ്. എന്താണ് ചെക്ക് ലിസ്റ്റ്? നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ടിലൊക്കെ ചെക്ക് ലിസ്റ്റ് കാണാറുണ്ട്. എ ടൂൾ വിത്ത് സ്പെസിഫിക് ഐറ്റംസ് ടു ബി ചെക്ക്ഡ് ഓഫ് ടു ഇൻഡിക്കേറ്റ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സ്കിൽസ് ഓർ ബിഹേവിയർ. സ്റ്റുഡൻറ്റ് ആർട്ടിൻ്റെ ചെക്ക് ലിസ്റ്റ് കാണും, സ്പോർട്സിൻ്റെ കാണും, ഏതിലൊക്കെയാണ് അതിന് ഗ്രേഡ് കൊടുക്കാറുണ്ട്, ABC എന്നും പറഞ്ഞു. ഓക്കെ, അതാണ് ചെക്ക് ലിസ്റ്റ്. ഇൻ എഡ്യൂക്കേഷൻ എ പോർട്ട്ഫോളിയോ ഈസ്. പോർട്ട്ഫോളിയോ ഇൻ എഡ്യൂക്കേഷൻ എന്താണ്? എ കളക്ഷൻ ഓഫ് സ്റ്റുഡൻറ്റ്സ് വർക്ക് over time demonstrating development. Portfolios are collection of students' work providing evidence of learning and progress over time. അതിലാണ് പോർട്ട്ഫോളിയോയിലാണ് സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ്, ലേണിങ്ങിൻ്റെയൊക്കെ പ്രോഗ്രസ് എഴുതുന്നത്. ഓക്കെ. വാട്ട് ഡസ് എ റിലയബിലിറ്റി ടെസ്റ്റ് ഇൻ എഡ്യൂക്കേഷണൽ അസസ്മെൻറ്റ് പ്രൈമർലി മെഷർ? റിലയബിലിറ്റി ടെസ്റ്റ് മെഷർ ചെയ്യുന്നത് കൺസിസ്റ്റൻസി ഓഫ് അസസ്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി ഈസ് അബൌട്ട് ദ കൺസിസ്റ്റൻസി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് അസസ്മെൻറ്റ് റിസൾട്ട് സച്ച് ആസ് ഗെറ്റിംഗ് സിമിലർ ഔട്ട്കംസ് ഇൻ റിപ്പീറ്റഡ് യൂസസ്. എത്ര എക്സാം ഇട്ടാലും അല്ലെങ്കിൽ എത്ര ടെസ്റ്റ് നടത്തിയാലും സെയിം ഔട്ട്കം ആയിരിക്കും കിട്ടുക. റിലയബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതാണ്. ഓക്കെ. വാലിഡിറ്റി ടെസ്റ്റ് ഇൻ എഡ്യൂക്കേഷൻ അസസസ് whether the test measures what it is intended to measure. കറക്റ്റായിട്ട് വേണ്ട കാര്യം മെഷർ ചെയ്യുന്നതിനെയാണ് വാലിഡിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എത്ര ടെസ്റ്റ് ചെയ്താലും ഒരേ ഔട്ട്കം ആയിരിക്കും കിട്ടുക. ഒരാൾക്ക് എത്ര ടെസ്റ്റ് നടത്തിയാലും ഒരേ ഔട്ട്കം കിട്ടുന്നതാണ് റിലയബിലിറ്റി ടെസ്റ്റ്. വാലിഡിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പം നമ്മൾ വേണ്ട കാര്യം കറക്റ്റായിട്ട് അസസ് ചെയ്യുന്നതിനെയാണ് വാലിഡിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. എ റേറ്റ് സ്കെയിൽ ഈസ് മെയിൻലി യൂസ്ഡ് ടു അസസ് പെർഫോമൻസ് ബേസ്ഡ് ഓൺ ഡിഗ്രി ഓർ ഫ്രീക്വൻസി ഓഫ് ട്രെയ്റ്റ്സ്. റേറ്റിംഗ് സ്കെയിൽസ് ഹെൽപ്പ് ഇവാലുവേറ്റ് ദ ഡിഗ്രി, ഫ്രീക്വൻസി ഓർ പ്രസൻസ് ഓഫ് certain behavior or skills by standardized criteria. കുറേ സ്റ്റാൻഡേർഡൈസ്ഡ് ക്രൈറ്റീരിയ കാണും, അത് വെച്ച് മെഷർ ചെയ്യുന്നതിനെയാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഒരു കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും റേറ്റിംഗ് സ്കെയിൽ വരുമ്പോൾ. നമുക്ക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുമ്പോൾ വളരെ ആക്യുറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് NLP in education mostly refers to. NLP എന്താണ്? ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം ഇൻ എഡ്യൂക്കേഷൻ മോസ്റ്റ്ലി റെഫേഴ്സ് ടു എ സൈക്കോളജിക്കൽ അപ്രോച്ച് കണക്റ്റിംഗ് ലാംഗ്വേജ്, ബിഹേവിയർ ആൻഡ് തോട്ട്. ലാംഗ്വേജും ബിഹേവിയറും തോട്ടും വരുന്നതാണ്. ഓക്കെ. സൈക്കോളജിക്കൽ അപ്രോച്ചാണ് connecting language, behavior and thought. NLP studies the relationship between neurological process, language and behavior pattern learned through experience.
The exponent of NLP is Richard Bandler and John Grinder. Okay. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ അപ്രോച്ചാണ്. ലാംഗ്വേജും ബിഹേവിയറും തോട്ടും കൂടെ കണക്ട് ചെയ്തുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചിനെയാണ് നമ്മൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. Which of these is not a domain in Bloom's taxonomy? Bloom's taxonomy അറിയാമല്ലോ. നമ്മൾ ഒബ്ജക്റ്റീവ്സ്, സ്റ്റഡീസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് മെൻഷൻ ചെയ്യുന്നത് ബ്ലൂം. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്. ബ്ലൂംസ് ടാക്സോണമി 1956 കൊണ്ടുവന്നത്. ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്, ഇതിൽ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കിൽസ് ദാറ്റ് എഡ്യൂക്കേറ്റേഴ്സ് സെറ്റ് ഫോർ സ്റ്റുഡൻസ്. ബ്ലൂംസ് ടാക്സോണമി ഇൻക്ലൂഡ്സ് കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ സ്കിൽസ്. ഓക്കെ, ആൻഡ് ഈ ബ്ലൂംസ് ടാക്സോണമി 2001 റിവൈസ് ചെയ്തു. ആൻഡേഴ്സൺ ആൻഡ് ഡേവിഡ് ക്രാറ്റ്വോളാണ് റിവൈസ് ചെയ്തത്. ഇതാണ് ഒരു ഔട്ട്ലൈൻ. സോ വാട്ട്സ് ആൻസർ ഹിയർ ദ ആൻസർ ഈസ് ന്യൂമറിക്കൽ. ന്യൂമറിക്കലാണ് ഇതിൽ ബ്ലൂംസ് ടാക്സോണമിയിൽ ഇല്ലാത്തത്. ഓക്കെ, ഇതാണ് റിവൈസ്ഡ് വേർഷൻ ഓഫ് ബ്ലൂംസ് ടാക്സോണമി. ആൻഡ് നൗ ഈ ഒരു പിക്ചർ നോക്കി, ഇവിടെ ഓൾഡ് വേർഷനിൽ സിൻടാക്സിസും ഇവാലുവേഷനും, അത് ന്യൂ വേർഷൻ വന്നപ്പോൾ സിന്തസിസ് മാറി ക്രിയേറ്റിംഗ് ആയി ആൻഡ് ഇവാലുവേഷൻ താഴെ വന്നു. ഓക്കെ, സോ ഇൻ ദ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി വിച്ച് ലെവൽ റീപ്ലേസസ് സിന്തസിസ് ഫ്രം ദ ഒറിജിനൽ ടാക്സോണമി? സിന്തസിസ് മാറി ഏതാണ് വന്നത്? ക്രിയേറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട്സ് ദ ഹയസ്റ്റ് കോഗ്നിറ്റീവ് ലെവൽ ഇൻ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി? റിവൈസ്ഡിൽ ഏതാണ് ഏറ്റവും മുകളിൽ? ക്രിയേറ്റിംഗ് അല്ലേ? ക്രിയേറ്റിംഗ്. നെക്സ്റ്റ് വൺ, യൂസ് ഓഫ് ഓഡിയോ ലിംഗ്വൽ എയ്ഡ് ക്യാൻ ബി. ഇത് HSA 2022 വന്ന ക്വസ്റ്റ്യൻ ആണ്. യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ aids can stimulate great number of senses. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് അല്ലേ, അവിടെ എല്ലാ സ്കിൽസും യൂസ് ചെയ്യും നമ്മൾ. വാട്ട്സ് ദ ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്? ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് എന്താണ്? CRT. നോം റെഫറൻസും ഉണ്ട്, ക്രൈറ്റീരിയൻ റെഫറൻസും ഉണ്ട്. ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എ ടെസ്റ്റ് മെഷറിംഗ് സ്റ്റുഡൻസ് അഗൈൻസ്റ്റ് സ്പെസിഫിക് ലേണിംഗ് സ്റ്റാൻഡേർഡ്. സ്പെസിഫിക് ലേണിംഗ് സ്റ്റാൻഡേർഡിൽ ഉപയോഗിച്ച് നടത്തുന്ന ടെസ്റ്റാണ് ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്. സെറ്റ് എക്സാം, നെറ്റ് എക്സാം, കേറ്ററ്റ്, ഇതെല്ലാം ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റാണ്. ഒരു ഇത്ര കട്ട് ഓഫ് മാർക്ക് മതിയല്ലോ, അല്ലാതെ സ്റ്റുഡൻസ് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനല്ല ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്. സ്റ്റുഡൻസ് തമ്മിൽ ഇപ്പം HSA ആയാലും ഏതെങ്കിലും PSC എക്സാം ഒക്കെ ആണെങ്കിൽ അത് നോം ക്രൈറ്റീരിയൻ ടെസ്റ്റാണ്. ഓക്കെ, ഇതിപ്പോൾ CRT ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അവരൊരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെയിൻ ഫീച്ചർ ഓഫ് നോം റെഫറൻസ്ഡ് ടെസ്റ്റ്? ക്രൈറ്റീരിയൻ എന്നല്ല, നോം റെഫറൻസ്ഡ് ആണ്. എന്താണ് നോം റെഫറൻസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് കമ്പയർസ് സ്റ്റുഡൻസ് പെർഫോമൻസ് ടു ഈച്ച് അതർ. സ്റ്റുഡൻസ് തമ്മിലുള്ള പെർഫോമൻസ് കമ്പയർ ചെയ്ത് വരുന്ന ടെസ്റ്റാണ് നോം റെഫറൻസ്ഡ് ടെസ്റ്റ്, NRT. NRT ranks students by comparing scores to see who performed better or worse than the average group. Next question, what does continuous and comprehensive evaluation emphasize? What does continuous and comprehensive evaluation emphasize? CCE, continuous and comprehensive evaluation means regular assessment covering both academic and personal growth. Okay, ഇപ്പോൾ നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ് നടത്താറ്. ക്ലയൻറ്റ് സെൻറ്റർഡ് തെറാപ്പി ഇൻ എഡ്യൂക്കേഷൻ ഓർ കൗൺസിലിംഗ് ഫോക്കസസ് ഓൺ client centered therapy, the client leading to own healing process with the therapist
support. Okay. Client leading their own healing process with a support. ഒരു തെറാപ്പിസ്റ്റിൻ്റെ സപ്പോർട്ടോട് കൂടി നടത്തുന്നതാണ് ക്ലയൻറ്റ് സെൻറ്റേർഡ് തെറാപ്പി. ഓക്കെ, ഇനി നമുക്ക് റിസർച്ചിൽ ടോപ്പിക്ക് കുറച്ച് നോക്കാം. കേസ് സ്റ്റഡി റിസർച്ച് ഇസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്. കേസ് സ്റ്റഡി in-depth studying of a single individual, group or event. Case studies explore detailed information about one subject to understand complex issues in real life context. ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എടുത്ത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ എടുത്ത് പഠിക്കുന്നതാണ് ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മെയിൻ ഗോൾ ഓഫ് സർവേ റിസർച്ച്? സർവേ റിസർച്ച് എന്താണ്? ടു കളക്ട് ഡേറ്റ ഫ്രം എ സാമ്പിൾ ടു സ്റ്റഡി ട്രെൻഡ്സ് ഓർ ഒപ്പീനിയൻ. നമ്മൾ സർവേ എടുക്കാറുണ്ട്, ഡ്രസ്സിൻ്റെ ആയാലും ഇപ്പം നമ്മൾ ഓൺലൈൻ പർച്ചേസൊക്കെ ചെയ്യുമ്പോൾ സർവേ എടുക്കുന്ന കാണാം. കാര്യം ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ, കറൻറ്റ് ഒരു സ്റ്റഡീസ് ട്രെൻഡ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഒപ്പീനിയൻ അറിഞ്ഞ് പഠിക്കുന്നതിനെയാണ് സർവേ റിസർച്ച് എന്ന് പറയുന്നത്. In experimental research, the researcher mainly correct answer is manipulates variables to study cause and effect. Example നോക്കാം നമുക്ക്. Testing a new antibiotics on patient where the treatment group receives the drug and the control group doesn't. Okay, and another example is studying the effect of different fertilizer on plant growth. Historical research, it deals with analysis. Answer is analysis of past event to understand cause and effect. Historic past events analyze ചെയ്ത് ചെയ്യുന്നതാണ്. Next question, what is the focus of descriptive research? Answer is describing characteristics of phenomena as they naturally occurs. It collects information to describe behaviors, attitudes or conditions without influencing them. Okay. Next one, qualitative research. Qualitative research എന്താണ്? Answer is exploring meaning, experience and description in details. എല്ലാം നല്ലപോലെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. Focuses on understanding deeper insight using interviews, observation and textual data. Quantitative research focuses on measuring. Answer is measuring and analyzing numerical data statistically. Okay. Quantitative research uses numbers and statistical method to quantify variables and relations. Uses numbers and statistical method. Okay. Next question, which statement best describes descriptive research? Descriptive research നമ്മൾ പറഞ്ഞതാണ്. It describes, answer is it describes events or situations without providing cause-effect explanation. Descriptive research explains what is happening rather than why it is happening. Okay, ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കാണും, ഇൻഡെപ്ത് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ എക്സ്പോണൻറ്റ് ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഓഫ് ടീച്ചിങ്? ഇത് മോഡൽ ഓഫ് ടീച്ചിങ് ആണ് ടോപ്പിക്ക്. അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ എക്സ്പോണൻ്റ് ആരാണ്? ആൻസർ ഈസ് ഡേവിഡ് ഒസബെൽ. ഓക്കെ, അഡ്വാൻസ് ഓർഗനൈസർ ഐ ഹോപ്പ് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഡ്വാൻസ് ഓർഗനൈസർ ഡേവിഡ് ഒസബെൽ കൊണ്ട് തന്നെയാണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയാണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയാണ് അഡ്വാൻസ് ഓർഗനൈസർ. ആൻഡ് കോഗ്നിറ്റീവ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. കോഗ്നിറ്റീവ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. ഡിഡക്റ്റീവ് അപ്രോച്ചാണ്. ഓക്കെ,
ജനറൽ ടു, അതായത് ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ജനറലിൽ നിന്ന് സ്പെസിഫിക് ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. ഡേവ് റോസബൽ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, കൊഗ്നിറ്റീവ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജി, ഡിഡക്റ്റീവ് അപ്രോച്ച്. ഇത്ര ഓർത്ത് വെച്ചോണം. ഓക്കെ. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് അഡ്വാൻസ് ഓർഗനൈസർ? എന്താണ് അഡ്വാൻസ് ഓർഗനൈസറിൻ്റെ മെയിൻ ഫങ്ഷൻ? നമുക്കറിയാം, അഡ്വാൻസ് കുറച്ച് നോളജ് കൊടുക്കുക അഡ്വാൻസ് ഓർഗനൈസറിൽ അല്ലേ. ടു പ്രൊവൈഡ് എ കോൺസെപ്ച്വൽ ബ്രിഡ്ജ് ദാറ്റ് ഹെൽപ്സ് ഓർഗനൈസ് ന്യൂ ഇൻഫർമേഷൻ ഫോർ മീനിങ് ലേണിംഗ്. ദാറ്റ്സ് ആൻസർ. നമ്മൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് നോളജ് കൊടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ടോപ്പിക്കിലേക്ക് പോകുന്നത്. ഓക്കെ. Who is the exponent of concept attainment model? Concept attainment മോഡലിൻ്റെ ആരാണ്? ആൻസർ ഈസ് ജെറോം ബ്രൂണർ. ജെറോം ബ്രൂണർ ഇസ് ദ ആൻസർ. ഇത് ഇൻഡക്റ്റീവ് അപ്രോച്ചാണ്. ഒരു ഇൻഡക്റ്റീവ് മീൻസ് സ്പെസിഫിക് നോളജിൽ നിന്നാണ് ജനറൽ നോളജിലേക്ക് പോകുന്നത്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി തന്നെയാണ് ഇതും. ഓക്കെ. What is the primary aim of concept attainment model? Primary aim എന്താണ്? Concept attainment മോഡലിൻ്റെ primary aim to help student identify and define concept through examples and non-examples. എക്സാമ്പിൾസിലൂടെയാണ് സ്റ്റുഡൻസ് കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നത്. ദിസ് മോഡൽ ഫോക്കസ് ഓൺ ഇൻഡക്റ്റീവ് റീസണിങ്, അതായത് സ്പെസിഫിക് നിന്ന് ജനറലാണ്. വെയർ ലേണേഴ്സ് ഡിസ്റ്റിങ്ക്യൂസ് ഫീച്ചേഴ്സ് ഓഫ് കോൺസെപ്റ്റ് ബൈ കമ്പയറിംഗ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് ടീച്ചിങ് ദ ടീച്ചർ പ്രൊവൈഡ്സ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സാമ്പിൾസ് ഫോർ കമ്പാരിസൺ. എക്സാമ്പിൾസ് വരെയാണ് നമ്മൾ കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ പഠിപ്പിക്കുന്നത്. ഇത് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി തന്നെയാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ്. അഡ്വാൻസ് ഓർഗനൈസറും ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ വരുന്നതാണ്. ദെൻ വേറെ 2 മോഡലും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. സിനറ്റിക്, അത് പേഴ്സണൽ ഫാമിലിയിലാണ് വരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരാം. അഡ്വാൻസ് ഓർഗനൈസർ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, അല്ലെങ്കിൽ ഇതിൽ ഒരു 4 ഓപ്ഷൻ തന്നിട്ട് അവർ പറയും ഇതിൽ കറക്റ്റ് അല്ലാത്ത ഏതാണെന്ന് ചോദിക്കാം. സോ നിങ്ങൾ ഓർത്ത് വെച്ചോണം, അഡ്വാൻസ് ഓർഗനൈസർ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയാണ്. സിനറ്റിക് പേഴ്സണൽ ഫാമിലിയാണ്. സ്ട്രെസ് റിഡക്ഷൻ മോഡൽ അത് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഫാമിലിയാണ്. ഇതൊരു എക്സാമിന് വന്നിട്ടുള്ളതാണ് കേട്ടോ, സെറ്റ് എക്സാം ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചോ. ഇങ്ങനെ ഈ ഫാമിലി ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് വൺ, ഓക്കെ, ഇത് ജനറേറ്റീവ് ഗ്രാമറാണ്. ഹൂസ് ഐഡിയാസ് ഇൻസ്പയർഡ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ? ആരുടെയാണ് ട്രാൻസ്ഫോർമേഷൻ? ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ട്രാൻസ്ഫോർമേഷൻ ജനറേറ്റീവ് ഗ്രാമർ ആരുടെയാണ്? നോം ചോംസ്കി. ഓക്കെ. ഇൻ ഡിസ്കവറി ലേണിംഗ് ദ ലേണർ. ഡിസ്കവറി ലേണിംഗ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഡിസ്കവറി ലേണിങ്ങിൽ ലേണർ ആൻസർ ഈസ് ആക്റ്റീവ്ലി ഡിസ്കവേഴ്സ് ഫാക്ട്സ്, പ്രിൻസിപ്പിൾസ് ഓർ കോൺസെപ്റ്റ് ഓൺ ദെയർ ഓൺ. ലേണർ തന്നെത്താനെ എല്ലാം ഡിസ്കവർ ചെയ്ത് പഠിക്കുന്നതിനാണ് ഡിസ്കവറി ലേണിംഗ് എന്ന് പറയുന്നത്. ഡിസ്കവറി ലേണിംഗ് എൻകറേജസ് സ്റ്റുഡൻസ് ടു എക്സ്പ്ലോർ ആൻഡ് ലേൺ ത്രൂ ദെയർ ഓൺ ആക്ടിവിറ്റീസ്. അവർ സ്വന്തമായിട്ട് പഠിക്കും. ഫോസ്റ്ററിങ് ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, ഏതാണ് ഡിസ്കവറി ലേണിംഗ്? ഡിസ്കവറി ലേണിംഗ് പ്രൊമോട്ട്സ്. എന്താണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഡിസ്കവറി ലേണിംഗ്? ലേണർ സെൻറ്റർ എക്സ്പ്ലോറേഷൻ ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഡിസ്കവറി ലേണിംഗ് ഈസ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്. എംഫസൈസിങ് ആക്റ്റീവ് എക്സ്പ്ലോറേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ നോളജ് ത്രൂ എക്സ്പീരിയൻസ്. Next question, which model of teaching involves starting from specific instance to general principle? ഇത് ഞാൻ മുന്നേ പറഞ്ഞതാണ് അല്ലേ. സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലേക്ക് പോകുന്നത് ഏതാണ്? കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണത്. അന്നേരം അതേതാണ് ഇവിടെ?
സ്പെസിഫിക് ടു ജനറൽ ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. ഓക്കെ, ജനറൽ ടു സ്പെസിഫിക് ഡിഡക്റ്റീവ്. അതേത് വരും? ഓക്കെ, ഇവിടെ ഉണ്ട്. വിച്ച് മോഡൽ സ്റ്റാർട്ട്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് കൺക്ലൂഷൻ? ഡിഡക്റ്റീവ്. ഓക്കെ, ഇത് ജനറൽ ടു സ്പെസിഫിക് അഡ്വാൻസ് ഓർഗനൈസർ ആണ്. ബ്ലെൻഡഡ് ലേണിംഗ് കമ്പൈൻസ്. ബ്ലെൻഡഡ് ലേണിംഗ് എന്താണ്? ബ്ലെൻഡഡ് ലേണിംഗ് മിക്സ് ആണ്. ഓക്കെ, ഫേസ് ടു ഫേസ് ആൻഡ് ട്രഡീഷണൽ ഫേസ് ടു ഫേസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ബോത്ത് ട്രഡീഷണൽ ഫേസ് ടു ഫേസ് ആൻഡ് ഓൺലൈൻ ലേണിംഗ് അപ്രോച്ചസ്. ഇ-ലേണിംഗ് പ്രൈമറി ഇൻവോൾവ്സ്. ഇ-ലേണിംഗ് ഓപ്ഷൻ ബി ആണ് ആൻസർ. ലേണിംഗ് ത്രൂ ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ടെക്നോളജീസ്. ഇ-ലേണിംഗ് ഇലക്ട്രോണിക്. ഓക്കെ, ഇനി നമുക്ക് കോഴ്സ് ബുക്ക്, സോഴ്സ് ബുക്ക്, ഹാൻഡ് ബുക്ക്, ഇതെല്ലാം നമ്മുടെ സിലബസിലുള്ളതാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഞാനൊന്ന് റിവൈസ് ചെയ്യുകയാണ്. ഇങ്ങനെ തന്നെ വരുമെന്ന് നിങ്ങൾ ഹോപ്പ് ചെയ്യില്ല. നിങ്ങൾ ഈ ടോപ്പിക്ക് മനസ്സിലാക്കുക. അവർ ചിലപ്പം വേറെ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. വാട്ട് ഈസ് എ കോഴ്സ് ബുക്ക്? എന്താണ് കോഴ്സ് ബുക്ക്? A book used by students to study and follow a particular course regularly. നമുക്ക് കോഴ്സിൻ്റെ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബുക്ക് കിട്ടാറുണ്ട്. അതാണ് കോഴ്സ് ബുക്ക്. എ കോഴ്സ് ബുക്ക് ഈസ് ഡിസൈൻ ടു ഗൈഡ് സ്റ്റുഡൻസ് ത്രൂ എ, നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ് കോഴ്സ് ബുക്ക്. സ്പെസിഫിക് സബ്ജക്റ്റ് ഓഫ് കോഴ്സ് യൂഷ്വലി കണ്ടെയ്നിങ് ലെസൺസ്, എക്സസൈസസ്, അസൈൻമെൻറ്റ്സ് അലൈൻഡ് വിത്ത് ദ സിലബസ്. സിലബസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കാണ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള. സോഴ്സ് ബുക്ക്. വാട്ട് ഡസ് എ സോഴ്സ് ബുക്ക് പ്രൈമർലി കണ്ടെയ്ൻ? സോഴ്സ് ബുക്കിൽ എന്താണുള്ളത്? എ കളക്ഷൻ ഓഫ് ടെക്സ്റ്റ് ഓർ ഡോക്യുമെൻറ്റ് ഓൺ എ പർട്ടിക്കുലർ സബ്ജക്റ്റ് സെർവിങ് ആസ് എ ഫൗണ്ടേഷണൽ മെറ്റീരിയൽ. സോഴ്സ് ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു ഫൗണ്ടേഷൻ മെറ്റീരിയലാണ് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ. സോഴ്സ് ബുക്ക് കമ്പൈൽസ് original writing documents or selected text to introduce and deepen understanding of a subject. ഒരു സബ്ജക്റ്റിൻ്റെ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയുള്ളതാണ് സോഴ്സ് ബുക്ക്. ആൻഡ് ഹാൻഡ് ബുക്ക്. ഹാൻഡ് ബുക്ക് എന്താണ്? ഹാൻഡ് ബുക്ക് ആക്ച്വലി ടീച്ചേഴ്സിന് വേണ്ടിയുള്ളതാണ് അല്ലേ. എ കോമ്പാക്ട് റെഫറൻസ് ഗൈഡ് പ്രൊവൈഡിങ് ക്വിക്ക് ഇൻഫർമേഷൻ ഓർ ഇൻസ്ട്രക്ഷൻ ഓൺ എ ടോപ്പിക്. Handbook are concept tools intended for easy and quick consultation on specific topic, procedures or guidelines. ഓക്കെ, ഈ ഒരു സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഇൻഫ്ലിബിറ്റ്? ഇൻഫ്ലിബിറ്റ് എന്താണ്? ഇൻഫ്ലിബിറ്റ് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്കാണ് അതിൻ്റെ ഫുൾ ഫോം. അതാണ് ചുരുക്കി ഇൻഫ്ലിബിറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോണോമസ് ഇന്റർ യൂണിവേഴ്സിറ്റി ലൈബ്രറിയാണ്. ഫോർ ഷെയറിംഗ് ഡിജിറ്റൽ ലൈബ്രറി നെറ്റ്വർക്ക് ഫോർ റിസോഴ്സ് ഷെയറിംഗ് ആൻഡ് ഡിജിറ്റൽ ആക്സസ്. ഒരു റിസോഴ്സ് ഷെയറിങ്ങിൻ്റെ ഒരു ലൈബ്രറിയാണ് ഇൻഫ്ലിബിറ്റ് എന്ന് പറയുന്നത്. Okay, thank you all. If you like this video, please like, share and subscribe my channel. നിങ്ങൾ ഇത് നന്നായി പഠിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം നമ്മുടെ സിലബസിലുള്ളത് തന്നെയാണ് HSED. ഓക്കെ, താങ്ക് യു.